ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധത്തിന്റെ ഭയം, വലിയ യുദ്ധം എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലും വലിയൊരു യുദ്ധം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. കാരണം 2 ദിവസത്തേക്ക് ഇപ്പോൾ US-ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. US-നോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്ന് റഷ്യ ആക്രമിക്കും, യൂറോപ്പിന് താഴെ നിന്ന് ഞങ്ങളും ആക്രമിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോ 50,000 അമേരിക്കൻ സൈനികർ ഇറാന്റെ ആക്രമണം ഭയന്ന് അതീവ ജാഗ്രതയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, US-ന്റെ സൈനിക താവളങ്ങൾ, ജോർദാൻ നേരെ ഉണ്ടായ ആക്രമണം, കുവൈറ്റിന് നേരെ, ബഹ്റിന് നേരെ എല്ലാം വലിയ ആക്രമണം നടക്കുകയാണ്. ഇറാൻ ഇതിന്റെ 8ാമത്തെ രാത്രിയും US കനത്ത ബോംബാക്രമണം നടത്തി. US സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും വരെ തകർത്തു. 50,000-ത്തിലധികം സൈനികർ, ആ മേഖലയിലുള്ള US സൈനികർ അതീവ ജാഗ്രതയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ന് ഈ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൂടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ട്രംപ് കോപം കൊണ്ട് ജ്വലിച്ച് വലിയ രീതിയിലുള്ള ഒരു വീണ്ടും ഭീഷണി മുഴക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ഹോർമൂസ് കടലിടുക്ക് കടക്കുമ്പോൾ 2 കപ്പലിൽ വീണ്ടും സ്ഫോടനം എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള 9ാമത്തെ രാത്രിയിലും അമേരിക്ക ഇറാനെതിരെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മിഡിൽ ഈസ്റ്റിലെ ഡിസ്റ്റലറേഷൻ പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ ജലക്ഷാമത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ള വാർത്ത. അങ്ങനെ സകല കാര്യങ്ങളും ഇവരെ അടിച്ച് തൊലച്ച് മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ നടപടികളെ തുടർന്ന് സൗദിയിലും ഒമാനിലും വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങൾ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം വലിയൊരു സ്കെയിലിലേക്ക് മാറും എന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭീഷണി അമേരിക്ക കേട്ടെങ്കിലും അമേരിക്ക അതിലും വലിയൊരു ഭീഷണിയും ആക്രമണവുമാണ് തിരിച്ച് നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോ 2-3 ദിവസമാണ് ഇവർ സമയം കൊടുത്തിരിക്കുന്നത്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്പ് ഓൾറെഡി അതിന് പ്രതിരോധം തുടങ്ങി കഴിഞ്ഞു. 6.6 ബില്യൺ ആണ് അവരവരുടെ പ്രതിരോധ മേഖലയിലേക്ക് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. ഒരു വിമാനങ്ങളൊക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്ത് സംഭവിക്കും? ഓരോ രാത്രിയും ഓരോ ബെഞ്ച് മാർക്ക് യുദ്ധത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ഇപ്പോഴ് യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 9ാമത്തെ ദിവസം, അതായത് സെക്കൻഡ് ഫേസ്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം ഇടയ്ക്കൊരു വെടിനിർത്തലോട് വന്ന് അതിന്റെ 1ാം ഘട്ടം തീർന്നെങ്കിൽ ഇതിപ്പോ 2ാം ഘട്ടം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഇറാനെ സംബന്ധിച്ച് അവരുടെ മിസൈലുകളും ഡ്രോണിന്റെ മാത്രം അറ്റാക്ക് നോക്കിയാൽ പോരാ. കാരണം അവർക്ക് അനവധി പ്രോക്സികളുണ്ട്, മിലേഷ്യൻസ് ഉണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെങ്കിലും ഒരു ചാവേറായി പൊട്ടിത്തെറിക്കുകയോ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയോ ഇല്ലെങ്കിൽ വാഹനം ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റൂട്ട് മാറും. അപ്പോൾ യൂറോപ്പിലേക്ക് എല്ലായിടത്തും ആക്രമണം നടത്താൻ ഇറാന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് അത്തരം ദൂരത്തിൽ പോകാനുള്ള മിസൈലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത്തരം ദൂരത്തിൽ ആക്രമണം നടത്താൻ കപ്പാസിറ്റി ഇല്ല എന്ന് നമുക്ക് പ്രാഥമികമായി തന്നെ പറയാൻ കഴിയും. നമുക്കറിയില്ല ഓരോ രാജ്യത്തിന്റെ കപ്പാസിറ്റി, പക്ഷെ നമുക്ക് പ്രാഥമികമായി അവർക്ക് അത്ര ശക്തിയില്ല എന്ന് പറയാൻ കഴിയുമെങ്കിലും അവരുടെ ഏറ്റവും വലിയ കരുത്തും ശക്തി എന്ന് പറയുന്നത് അവരുടെ പ്രോക്സികൾ തന്നെയാണ്. ആ പ്രോക്സികൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചെറുതായിരിക്കില്ല. കാരണം സമാധാനം ഉള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലൊരു നീക്കം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ മാറിപ്പോകും. ആംഗിൾ മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഇറാൻ വേഴ്സസ് ആ രാജ്യമായിരിക്കില്ല. പകരം ആ രാജ്യത്തുള്ളവരും അവിടെ ഉള്ള കുടിയേറ്റക്കാരോ അല്ലാത്തതോ ആയ മുസ്ലിംസിന്റെ നേർക്ക് ഈ വിരോധം തീരുകയും അത് കലാപങ്ങളായി ഒരുപക്ഷെ ചിലയിടങ്ങളിലൊക്കെ പടർന്ന് പന്തലിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ ഫ്രാൻസിലായാലും സ്വീഡനിലായാലും ഒക്കെ ഇതുപോലുള്ള അനവധി കലാപങ്ങൾ ഈ കുടിയേറ്റക്കാരായ തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള കലാപങ്ങളൊക്കെ പലവട്ടം നടന്നത് അത് ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ, അത് അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യതകൾ. നമ്മൾ ഇതിനു മുമ്പ് കണ്ട സൽമാൻ ഖുർഷിദിനെതിരെയുള്ള ഒരു ഭീഷണി, ആ ഭീഷണി ഉണ്ടാക്കിയ ഇമ്പാക്ട് എവിടെയായിരുന്നു? അത് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വലിയ രീതിയിൽ തന്നെ അത് കത്തി അമർന്നില്ലേ, വലിയ പ്രതിഷേധങ്ങൾ, എത്ര പേര് കൊല്ലപ്പെട്ടിരുന്നു. അപ്പൊ അതേപോലെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് ഒന്ന് കാണുന്നത്. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതൊരു വലിയ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകുമ്പോൾ ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇനി സംഭവിക്കാനില്ല. കാരണം ഏതാണ്ടൊക്കെ നിലംപരിശായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു $6 ബില്യൺ ഒരു ക്രൂഡ് ഓയിൽ കച്ചവടം ചൈനയുമായിട്ട് നടത്തിയിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് നന്നായി തന്നെ അറിയാം, ഞങ്ങൾ ഇവിടെ പിടിമുറുക്കി കഴിഞ്ഞാൽ ഞങ്ങളെ ഇവന്മാർ പൂർണ്ണമായി നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിയില്ല. അമേരിക്കയ്ക്ക് അങ്ങനത്തുള്ള വ്യാമോഹമില്ല. അവർ കരയുദ്ധം നടത്തുന്നു. അമേരിക്കയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഖോഷ ദ്വീപ് പോലെയുള്ള ചില സ്ഥലങ്ങൾ, ഇവർക്ക് ഗാർഗ ദ്വീപ് പോലെയുള്ള ചില സ്ഥലങ്ങളുണ്ട് ഇവർക്ക്. ആ ദ്വീപുകൾ പിടിച്ചെടുക്കുക, അവിടെ കച്ചവട സാധ്യത എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഒരു ഇറാൻ മൊത്തം പിടിച്ചെടുക്കുകയും അവരുടെ ഒരു ഭരണം കൊടുത്ത് മാറ്റി അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അവർക്കില്ല. നടക്കാത്തൊരു കേസാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിന് വലിയ പണവും വലിയ കാര്യങ്ങളും ചെലവഴിക്കേണ്ടി വരും. പക്ഷെ ഇറാനെ സംബന്ധിച്ച്
അവർക്ക് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക, ഒടുവിൽ ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കുക. ഇത് തന്നെയാണ് അവർ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ട്രംപും കൂടെ ചേർന്നുകൊണ്ട് ഇറാന് കച്ചവടം നടത്താൻ പറ്റുമായിരുന്നു. അതിനകത്തൊരു ചെറിയ വിട്ടുവീഴ്ച. പക്ഷെ ട്രംപ് അവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ട്രംപ് അവിടെ ഒന്നുകൂടെ ഹീറോയിസം കാണിക്കാൻ പോയത് കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ ജനീവയിൽ ആദ്യം നടന്ന ഫെബ്രുവരി 27 നടന്ന ചർച്ചയിൽ തന്നെ ഒരു തീരുമാനം ആയതാ. അവിടെ നിന്ന് വെക്ക്, ഇല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ഇത് വെക്ക്. പക്ഷെ ഇനി നടക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡർമാർക്ക് ഇടയ്ക്ക് തന്നെ പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഒരു സിസ്റ്റത്തിനകത്ത്, ഒരു സംഘടനയ്ക്കകത്തായാലും ഒരു സൈന്യത്തിനകത്തായാലും വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരുത്തിനെ വെട്ടും. ഒന്നിച്ചു നിൽക്കുന്ന സമയമായിരുന്നെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി കടുപ്പിക്കാനുള്ള ഒരു നിലയിലേക്കായിരിക്കും. അതിനിടയിൽ ഇന്നലെ മറ്റൊരു വാർത്ത വരുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യയിൽ നിന്നും കൂടുതൽ ചരക്ക് എത്തിക്കുന്നു. കാരണം പാകിസ്ഥാനെ നമ്പാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ നിന്നായിരുന്നു അവർ ഈ ചെറുകിട ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് നിലച്ചുപോയി. അപ്പോ ഈ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ ഇങ്ങനെ ഇത് ബ്ലോക്ക് ചെയ്യും, അതിർത്തി അടച്ചിടും, പിന്നെ ചരക്ക് കൊടുക്കത്തില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം. ഒരു പിന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം വേണം. അതിന് അവർ ഇന്ത്യയാണ് പ്രധാനമായി നോക്കുന്നത്. അവർ പ്രധാനമായും നോക്കുന്നത് ചബ്ബാർ തുറമുഖം തന്നെയാണ്. അപ്പോൾ ചബ്ബാർ തുറമുഖം ഇന്ത്യ വിട്ടിട്ടുമില്ല. അതുകൊണ്ട് അതായത് ഈ യുദ്ധാനന്തരം അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം ഒരു സമാധാന ചർച്ചയോ കരാറോ വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ സ്ട്രക്ചർ ഇതുപോലെ നിൽക്കുകയും ഈ സ്ട്രക്ചർ വഴി പല കച്ചവടത്തിനും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ ഈ യുദ്ധം നടക്കുന്നതിനിടയിലും അഫ്ഗാനിസ്ഥാൻ വലിയ നീക്കം ഇന്ത്യയായിട്ട് നടത്തുന്നു. കഴിഞ്ഞ വർഷം $100 മില്യൺ സെയിൽസ് ആയിരുന്നു നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരുടെ ബിസിനസ് ആളുകൾക്ക് ഇന്ത്യയിൽ വരാനുള്ള വിസ ഇളവുകളൊക്കെ ഇപ്പൊ ഇന്ത്യ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിനർത്ഥം തന്നെ ഈ സ്ട്രക്ചർ മാറുന്നില്ല. ഈ യുദ്ധം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ഒരുപക്ഷെ വ്യാപാരത്തിന്റെ രീതികളൊന്ന് മാറി മറിഞ്ഞേക്കാം. വിവിധ രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തു പോകുന്ന രീതികൾ മാറിയേക്കാം. ഏതായാലും ഗൾഫ് യുദ്ധം ഉണ്ടാക്കി വെക്കുന്ന ഒരു ദുരന്തം വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ആഘാതമായി മാറുകയാണ്. അത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ പോലും അലയടിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുമോ ഇല്ലയോ എന്നറിയില്ല. ഈ പ്രവാസികളും ഒക്കെ തൊഴിൽ നഷ്ടപ്പെടുന്ന വാർത്തകളും ഒക്കെ ഇന്നലെ വന്നു തുടങ്ങുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ ഇന്ന് ടെഹ്റാനിലടക്കം ഉള്ള വിമാന യാത്രകൾ ഒഴിവാക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ വിവിധ ഇടങ്ങളിൽ ഈ ആക്രമണം നടക്കുമ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നൊരു മുന്നറിയിപ്പ് നമ്മുടെ രാജ്യം നൽകിയിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. ഏതാണ്ട് ഒന്നാം ഘട്ടത്തിൽ നടന്നതുപോലെയല്ല രണ്ടാം ഘട്ടം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഏതായാലും നമുക്ക് ഈ ഒന്നാം ഘട്ടത്തിൽ കണ്ടതുപോലെയല്ല രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇറാന് പിന്തുണയുമായിട്ട് റഷ്യ എത്തുന്ന ഒരു കാഴ്ച കാണുന്നു. ഇന്ത്യ റഷ്യക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അതായത് നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ തന്നെ പരസ്യമായിട്ടുള്ള ഒരു സംഘടിത രൂപമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അത് തന്നെ ഇറാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തു. ധനുഷ് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത് മുകളിൽ നിന്ന് റഷ്യ അടിക്കും, താഴെ നിന്ന് ഞങ്ങളും അടിക്കും, യൂറോപ്പിനെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർക്ക് തുറന്നു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് വന്നു. അതിന്റെ ഒരു സിമ്പലായി റഷ്യ അവരുടെ വിമാനം അവിടെ കൊണ്ടിറക്കി ഒരു മുന്നറിയിപ്പ് നൽകി, ഞങ്ങൾ ഇറാന്റെ ഒപ്പമാണ് എന്നുള്ളത്. ഇതൊന്നും നമ്മൾ ഫസ്റ്റ് ഫേസ് കണ്ടിരുന്നില്ല. ഇതിന് മുൻപ് ഇറാനുമായിട്ട് യുദ്ധം നടന്നപ്പോഴൊന്നും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഈ യുദ്ധത്തിന്റെ ദിവസങ്ങൾ നീണ്ടുപോകാനോ ആഘാതം കൂട്ടുന്നതിനോ ഇടയാക്കും.